നമസ്കാരം. നമ്മൾ ഇന്ന് ബാങ്ക്യാങ് 7ലുള്ള ആൾക്കാരെ കുറിച്ച് പറയുകയാണ്. മാറ്റങ്ങൾ എന്തൊക്കെയാണ് വരുത്തേണ്ടത്. അപ്പം എങ്ങനെയാണ് ബാങ്ക്യാങ് 7ൽ നിങ്ങളാണെന്ന് മനസ്സിലാക്കാൻ പറ്റുക? ഡേറ്റ് ഓഫ് ബർത്തിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 23/9/1991 ആണെങ്കിൽ അപ്പോൾ അതിൽ ഓരോന്ന് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 23rd അപ്പോൾ 2 × 3 ഉണ്ട്. അപ്പോൾ 2 + 3 അതിലുള്ള ഡേറ്റ് ഓഫ് ബർത്തിലുള്ള ഓരോ നമ്പേഴ്സിനും പ്ലസ് ചെയ്യണം. 2 + 3 + 9 + 1 + 9 + 9 + 1. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുമ്പോൾ 7 ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്കത് ബാങ്ക്യാങ് 7 എന്ന് പറയാം. ഓക്കെ, ഈ ബാങ്ക്യാങ് 7ൽ നിങ്ങളാണെങ്കിൽ നിങ്ങൾ ശരിക്കും മറ്റുള്ളവർക്ക് ലക്കാണ്. നിങ്ങളുടെ കഥയല്ല ഞാൻ പറയുന്നത്. ഏറ്റവും ഫസ്റ്റത്തെ പോയിൻ്റാണ്, മറ്റുള്ളവർക്ക് നിങ്ങൾ ശരിക്കും ഭയങ്കര ലക്കാണ്. ലക്ക് ടു അതേഴ്സ് എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ ഒത്തിരി നല്ല ഓപ്പൺ മൈൻഡഡ് ആണ്. നന്നായി നിങ്ങൾ സ്നേഹിക്കും. അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഒത്തിരി ഹെൽപ്പ് മൈൻഡഡ് ആണ് കേട്ടോ. ഹെൽപ്പും ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെന്ന് പറയുന്നത് കേട്ടോ. കാരണം നിങ്ങളുടെ മൈൻഡ് അങ്ങനെയാണ്. പിന്നെ നിങ്ങൾ വളരെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്. വെരി നോളജ്, വെരി ഇനീഷ്യേറ്റീവാണ്. പിന്നെ നിങ്ങളുടെ അടുത്തൊരു കാര്യമാണ് നിങ്ങളുടെ ക്വാളിറ്റി. നിങ്ങളുടെ ക്വാളിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കാണുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ മനസ്സറിഞ്ഞ് നിങ്ങൾ ഒത്തിരി അവർക്ക് വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നിങ്ങൾ അത് നിങ്ങളുടെ ക്വാളിറ്റി ആട്ടെ, നിങ്ങൾ മനസ്സറിഞ്ഞ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇനി അടുത്ത കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾ നല്ല ഇമോഷണലാണ്, സെൻസിറ്റീവ് ആണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സുകൊണ്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് ബാങ്ക്യാങ് 7ലുള്ള ആൾക്കാർ കേട്ടോ. അപ്പോൾ നിങ്ങളാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങൾ അങ്ങനെയാണോ? അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളാണെങ്കിലും കമൻറ്റ് ചെയ്യണം. ഞാൻ പറയുന്നതിൽ ആണെങ്കിലും കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിലും കമൻറ്റ് ചെയ്യണം. ഈ പറയണം ഞാനല്ല. പക്ഷേ നിങ്ങൾ പ്രോബബിളി ഭയങ്കര മനസ്സറിഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. പിന്നെ അത് കാരണം തന്നെ ഈ ബാങ്ക്യാങ് 7ലുള്ള ആൾക്കാർ മറ്റുള്ളവരെ പെട്ടെന്ന് തന്നെ കണക്റ്റ് ആകും. കാരണം നിങ്ങൾ പെട്ടെന്ന് ആൾക്കാരായിട്ട് കണക്റ്റ് ആകും. കാരണം അവർ പെട്ടെന്ന് ഓപ്പൺ മൈൻഡഡ് ആണല്ലോ. നിങ്ങൾ മനസ്സറിഞ്ഞ് എല്ലാ കാര്യവും സ്നേഹിക്കും. അപ്പം അങ്ങനെ ചെയ്യുന്ന കാരണം നിങ്ങൾ നല്ല രീതിയിൽ കണക്റ്റ് ആവുകയും 100% ആർക്ക് വേണ്ടിയോ അവർക്ക് വേണ്ടി കൊടുക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. 100% ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് കിട്ടാത്ത അവസ്ഥകൾ വരും. നിങ്ങളുടെ ചിന്തയാണ്, ഞാൻ 200% കൊടുത്തിട്ട് എനിക്ക് അതിൻ്റെ ഒരു ചെറിയ അംശം പോലും കിട്ടുന്നില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. ചിലപ്പോൾ നമുക്ക് കിട്ടാതിരിക്കും. നാച്ചുറലി നമുക്കറിയാം, ഒരാൾ 200 കൊടുക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ അത്രത്തോളം റെസിപ്രോക്കേറ്റിംഗ് ചെയ്യാൻ സാധ്യത കുറവാണല്ലേ. നമ്മൾ 200 കൊടുക്കുമ്പോൾ തിരിച്ച് ചെയ്യുന്ന ആൾക്കാർ അതിനെ കുറച്ച് കുറയും. അപ്പോൾ നിങ്ങൾക്കത് എപ്പോഴും ഭയങ്കര ഒരു ഡിസപ്പോയിൻറ്റഡ് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അടുത്ത പോയിൻ്റാണ് നിങ്ങൾ ആരെയും ഉപദ്രവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാൾക്കാരാണ്. നിങ്ങളെപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, ഞാൻ ആരെയും ഉപദ്രവിക്കില്ല, ഞാൻ ആരുടെ അടുത്ത് തല്ലിടാൻ പോകാറില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും കഷ്ടപ്പാടുകളാണ്, എനിക്ക് നഷ്ടങ്ങളാണ്, എൻ്റെ ജീവിതത്തിൽ മാത്രം ഇതിങ്ങനെ സംഭവിക്കുന്നേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ഈ ബാങ്ക്യാങ് 7ലുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഈ കാര്യം ചിന്തിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആകണം. പിന്നെ നിങ്ങൾ എപ്പോഴും ഹമ്പിളായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര സഹായിക്കുന്ന ഒരു ക്യാരക്ടറൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരാണ്. വേദനിപ്പിക്കാൻ ഉപദ്രവിക്കണ ആൾക്കാരെയല്ല നിങ്ങൾ നല്ല കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരാൾക്കാരാണ് നിങ്ങൾ. പക്ഷേ ഒരു സത്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്ത് നിങ്ങളിപ്പോൾ മറ്റുള്ളവരുടെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യും, സഹായിക്കും. മറ്റുള്ളവരെ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവസാനം നിങ്ങൾക്കായിരിക്കും അതിൽ നിന്ന് ദുഃഖങ്ങൾ വരുന്നത്. സോ അത് കാരണം നിങ്ങളത് ശ്രദ്ധിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്.
നിങ്ങൾക്ക് സന്തോഷം വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ മറ്റുള്ളവരുടെ സന്തോഷം വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് ദുഃഖത്തിലേക്കായിരിക്കും വരാം. സോ നിങ്ങൾക്ക് സന്തോഷം വരണമെങ്കിൽ അതുപോലത്തെയുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ, സക്സസ്, ജീവിതത്തിലുള്ള എപ്പോഴും ഉള്ള ഒരു ഇത് കുറഞ്ഞ് സക്സസ് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ആൾക്കാരാണ് നിങ്ങൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങൾ വളരെ വലിയ സീരിയസ് കണ്ടൻറ്റേഴ്സ് ആണ് എന്ന് ഉദ്ദേശിച്ചത്. നിങ്ങളുടെ ഇപ്പോൾ എക്സാംസ് ഒക്കെ ആണെങ്കിൽ പഠിക്കുന്ന എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സ്റ്റഡി ചെയ്യുകയാണ്. അപ്പോൾ സ്റ്റഡി ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യും, എക്സാമൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യും. എക്സാമിനോട് നിങ്ങൾക്കൊരു സീരിയസ്നെസ് ഉണ്ടാകും. നിങ്ങൾ കാഷ്വൽ അല്ല, നിങ്ങൾ എല്ലാ കാര്യത്തിനും അച്ചീവ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ മാറ്റേണ്ടായ ഒരു കാര്യമാണ്, നിങ്ങൾ ഭയങ്കര ഓവറായിട്ട് ആങ്സൈറ്റി ഉള്ള ആൾക്കാരാണ്. ഭയങ്കര നെർവസ്നെസ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭയങ്കര തലപ്പെരിപ്പ് എന്ന് പറയില്ലോ ചില സമയത്ത് നിങ്ങൾ ഭയങ്കര ടെൻസ്ഡ്, അല്ലെങ്കിൽ ഭയങ്കര ആൻസൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ഹെൽത്ത് പ്രോബ്ലംസ് വരാൻ ചാൻസസ് ഉണ്ട്. കാരണം നിങ്ങൾ ഭയങ്കര നെർവസ്നെസ്സാണ്. പിന്നെ അതുപോലെ തന്നെ ആങ്സൈറ്റി അതിലൂടെ വരുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ഓർത്തിട്ടാ. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സ്റ്റൊമക്ക് റിലേറ്റഡ് പ്രോബ്ലംസും അതുപോലത്തെ റെസ്പിറേറ്ററി റിലേറ്റഡ് പ്രോബ്ലംസും വരാൻ ചാൻസസ് ഉണ്ട്. ബ്രീത്തിങ് ഇഷ്യൂസ് അങ്ങനത്തെ പോലത്തെ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് പ്രോബ്ലംസ് വരും. സോ ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ട് നടക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീത്ത് എക്സസൈസ് നിങ്ങളുടെ ലൈഫിൽ മൊത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. പ്രാക്ടീസ് ചെയ്യുന്നത്, യു നീഡ് ടു പ്രാക്ടീസ് ബ്രീത്ത് എക്സസൈസ്. അത് നല്ല കാര്യമാണ് കേട്ടോ, നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ഹെൽത്ത് കിട്ടാനും. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുന്ന സമയത്തൊക്കെ ബ്രീത്ത് ടേക്ക് ഇൻ ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം വെച്ച് ഡിസിഷൻസ് എടുക്കുക, റൈറ്റ് ഡിസിഷൻസ് എടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ശരിക്കും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. നിങ്ങളെ കാണുമ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ കാണുമ്പോൾ തന്നെ ഇന്നസെൻ്റ് ആയിട്ട് ആൾക്കാർക്ക് ഫീലാക്കും. കാരണം നിങ്ങൾ ഭയങ്കര പേഴ്സണൽ ലൈഫാണ്, സിമ്പിളാണ്. നിങ്ങൾക്ക് ആകെ സ്നേഹം മാത്രം മതി, സ്നേഹവും ബഹുമാനമൊക്കെ മാത്രം മതി. ക്യാഷ് വരും പോകും, അത് അത്രയേ ഉള്ളൂ നിങ്ങളുടെ മൈൻഡിൽ. പിന്നെ നിങ്ങൾ കാശ് വരും പോകും എന്ന് പറഞ്ഞാലും ക്യാഷിന് വേണ്ടി ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. എന്തെങ്കിലും ജോബ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് മനസ്സറിഞ്ഞ് നല്ല രീതിയിൽ ഇൻവോൾവ് ആവുക ചെയ്യും. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻവോൾവ് ആകുന്ന സമയത്ത് ചില സമയങ്ങളിലൊക്കെ പേഴ്സണൽ ലൈഫ് നമ്മൾ ചില സമയത്ത് മറന്നു പോകുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ ബാങ്കിങ് സെവനിലുള്ള ആൾക്കാരുടെ ലൈഫിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വെരി 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 ഇമ്പോർട്ടൻ്റ് പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഏതിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്? നിങ്ങൾ ഗോൾഡിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. നിങ്ങൾ ഗോൾഡിൽ ബാങ്കിങ് സെവനിലുള്ള ആൾക്കാരുകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പണയം വയ്ക്കാനൊന്നല്ല പറയുന്നത്, ഇൻവെസ്റ്റ് തന്നെ ചെയ്തിരിക്കണം. നിങ്ങൾക്കത് പിന്നെ ബെനിഫിറ്റായിട്ട് നിങ്ങൾക്ക് ശരിക്കും ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മളിത് കേട്ടാൽ മാത്രം പോരാല്ലോ, നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്ക് മനസ്സിലാകൂ, ഓ ശരി ഇത് മാറ്റങ്ങൾ നമുക്ക് വരുന്നുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾ ശരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ 100% 200% കൊടുക്കുന്ന ആൾക്കാരാണ്. ഇൻ പേഴ്സണൽ ലൈഫിലായാലും പ്രൊഫഷണൽ വെച്ച് നോക്കിയാലും നിങ്ങൾ 100% കൊടുക്കുന്ന ആൾക്കാരായതുകൊണ്ട് തിരിച്ച് കിട്ടാൻ അതിൻ്റെ ഒരു ചില സമയത്ത് തിരിച്ച് കിട്ടാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ തിരിച്ച് കിട്ടില്ല എന്നൊരു തോന്നൽ ചിന്തകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ 100% അല്ലെങ്കിൽ 200% കൊടുക്കുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കറ്റിംഗ് ആയിട്ട് അതിൻ്റെ
അതിൻ്റെ തിരിച്ച് കിട്ടാണ്ടിരിക്കുമ്പോൾ അതിൻ്റെ 1% 2% 50% കിട്ടിയാലും നമ്മൾ കൊടുക്കുന്ന അത്ര തിരിച്ച് കിട്ടാണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ലോസ് ആവുന്ന ഒരു ക്യാരക്ടറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടുകാരുടെ അടുത്ത് ഭയങ്കര 101% കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ തിരിച്ച് നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ നമ്മുടെ പെങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോ എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ അങ്ങനെ 100% അവർക്ക് വേണ്ടി എല്ലാം ചെയ്ത് കൊടുത്താലും നമുക്ക് തിരിച്ച് കിട്ടാണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുന്നത് എന്താ, നമ്മൾ എന്തിനാണ് നമ്മൾ എല്ലാവർക്കും ചെയ്ത് കൊടുത്തത്, നമുക്ക് മാത്രം എന്താണ് ഇതൊന്നും കിട്ടാത്തെന്നൊരു ചിന്തയിൽ വന്ന് നമുക്ക് തന്നെ ലോസ് ആവുന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉള്ള ആൾക്കാരാണ്. അത് കാരണം ബാങ്ക്യാങ്ക് 7 ആൾക്കാരുള്ള വീടുകളിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ മാതാപിതാക്കളോ അല്ലെങ്കിൽ സിസ്റ്ററോ ബ്രദേഴ്സോ അങ്ങനെ ആരെങ്കിലും ബാങ്ക്യാങ്ക് 7 ആൾക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാർക്ക് ഷെയർ ചെയ്യുക. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാങ്ക്യാങ്ക് 7 ആൾക്കാർക്ക് സ്നേഹം മാത്രം മതി. അവരുടെ അടുത്ത് ചെന്നിരുന്ന് സ്നേഹത്തോട് കുറച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ഈ ബാങ്ക്യാങ്ക് 7 ആൾക്കാർ കുറച്ചിങ്ങനെ നൈസായിട്ട് എന്താവും, അവർക്കത് മതി, അവർക്ക് സ്നേഹം മാത്രം മതി. അവരെ സ്നേഹിച്ച് കഴിഞ്ഞാൽ സ്നേഹത്തോടൊന്ന് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരുടെ കാര്യങ്ങൾ കേൾക്കുകയും നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് സ്നേഹത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാങ്ക്യാങ്ക് 7 ഫ്ലാറ്റാവും. അപ്പോൾ ആരെങ്കിലും ബാങ്ക്യാങ്ക് 7 ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് അത്ര പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ തല്ലിട്ടങ്ങളായാലും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും അതൊക്കെ പെട്ടെന്ന് തന്നെ സോൾവ് ആക്കാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. ബാങ്ക്യാങ്ക് 7 വീട്ടിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ വേറെ ആൾക്കാരെങ്ങനെ പെരുമാറേണ്ടെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അവരുടെ അടുത്തൊന്ന് സ്നേഹത്തോട് സംസാരിച്ചാൽ അവർക്കെല്ലാം സോൾവ്, അത്ര ഫ്ലാറ്റ് ആവുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാനിപ്പോഴും പറയാണ്, ബാങ്ക്യാങ്ക് 7 ആൾക്കാരോട് പറയാണ്, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ജീവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് നമ്മുടെ ലൈഫിൽ മാറും, പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റും. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഗോൾഡൻ റെമഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ റെമഡിയാണ് നിങ്ങൾ മെറ്റലായിട്ടുള്ള എലമെൻസ് ഉള്ള ഓരോരോ കാര്യങ്ങൾ യൂസ് ചെയ്യാം. ഇപ്പോൾ സിൽവറുടെ പാത്രങ്ങൾ, മെറ്റൽ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. ഫുഡ് കഴിക്കുമ്പോൾ മെറ്റൽ എലമെൻസ് ഉള്ള പാത്രങ്ങൾ കഴിക്കുക. പിന്നെ മെറ്റൽ എലമെൻസ് ഉള്ള ഓരോ വാച്ച്, സിൽവർ വാച്ച്, ഗോൾഡ് വാച്ച്, വളകൾ ആസ് പെർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡെയിലി ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ മെറ്റലായിട്ട് ഉള്ള എലമെൻസ് ഉള്ള സംഭവങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി എന്താണെന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി വരും. കാരണം മറ്റൊന്നല്ല, നിങ്ങൾ നല്ല മനസ്സുള്ള ആൾക്കാരാണ്. ബാങ്ക്യാങ്ക് 7 ആൾക്കാർ നല്ല ആൾക്കാരാണ്. നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കും. ഈ സഹായിക്കുന്നത് കാണുമ്പോൾ നിങ്ങളോട് കുശുമ്പ് തോന്നും ആൾക്കാർക്ക്. അപ്പോൾ ആ കുശുമ്പ് അസൂയ തോന്നുമ്പോൾ അത് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി വരും. ആ നെഗറ്റീവ് എനർജീസിന് സുഖമായിട്ട് ഈ മെറ്റൽ എലമെൻസ് ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിച്ചെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അടുത്തൊരു കാര്യമാണ്, നമുക്ക് കാറ്റ്സ് പോലത്തെയുള്ള നമ്മുടെ ഗ്രീൻ ടീയോ അല്ലെങ്കിൽ നമ്മുടെ മഞ്ഞ കളറുടെയോ അങ്ങനത്തെ ഉപയോഗിക്കാം. അത് നമുക്ക് ക്രിസ്റ്റൽ ഫോംസ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്രിസ്റ്റൽ മാത്രമല്ല, നമുക്ക് അതിൽ പെൻഡൻറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ചെയിൻ്റെ ഇത് ഫോർമാറ്റിലൊക്കെ കിട്ടും. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് വിശ്വസിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഫ്രോഡുകൾ, സ്കാമുകൾ നിങ്ങൾക്ക് തന്നെ വരും. നിങ്ങളിത് കാണുന്നു, അത് വിശ്വസിക്കുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ എന്താ പ്രത്യേകത, അവർ നൈസായിട്ട് നിങ്ങൾക്ക് ഫ്രോഡുകൾ, പ്രശ്നങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കും. കാണുന്നു വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ. അത് വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ശരി എന്താ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് യൂസ് ആക്കുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നത്, നമുക്ക് ചേഞ്ച് വരണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ ചേഞ്ച് വരുത്താം. പ്ലസ് ഇതും കൂടി ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഉണ്ടല്ലോ, നമുക്ക് തന്നെ ജീവിക്കുമ്പോൾ മനസ്സിലാവും, എൻ്റെ ലൈഫ് ഇത്രത്തോളം ചേഞ്ച് ആവുന്നുണ്ടല്ലോ എന്ന്. ചെയ്യേണ്ടത് ബാങ്ക്യാങ്ക് 7 ആൾക്കാർ മാത്രം ചെയ്യാൻ പാടുള്ളൂ. രാവിലെ മോർണിംഗ് എണീറ്റ് അപ്പം തന്നെ നമ്മൾ മിററിൽ നോക്കിയിട്ട് നമ്മളിങ്ങനെ പറയാം, 3 കോംപ്ലിമെൻറ്റ്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളിൽ ഇഷ്ടമുള്ള ആ 3 കോംപ്ലിമെൻറ്റ് ആയിട്ട് പറയാം.
ഓക്കെ, ഇപ്പോൾ ചിലർക്ക് പറയും ഓ എന്നെ കാണാൻ എന്ത് ഭംഗി, ഭംഗി തന്നെ അതൊരു കോംപ്ലിമെൻ്റ് ആണ്. ചിലർ പറയും ഓ എൻ്റെ കണ്ണെന്താ കാണാൻ നല്ല ഭംഗി, അതേപോലെ ഓ ഞാൻ ഇത്ര നല്ല ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ ഓ എൻ്റെ സംസാരം, എൻ്റെ ടോക്കറ്റീവ് എന്ത് രസമാണ്. ഈ 3 കാര്യങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ. ആ കോൺഫിഡൻസ് ഉള്ള കാര്യങ്ങൾ 3 കാര്യങ്ങൾ എല്ലാ ദിവസവും മോർണിംഗ് എണീറ്റിട്ട് നിങ്ങളത് കോംപ്ലിമെൻ്റായി പറഞ്ഞു കഴിഞ്ഞാൽ, നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിൽ ചേഞ്ച് ആകും കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഭാഗ്യാങ് 7ലുള്ള ആൾക്കാർ ആരെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും കണ്ടിട്ട് നിങ്ങളുടെ ഭാഗ്യാങ് 7 ആണെന്ന് നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചാൽ മതി, നമുക്ക് പെട്ടെന്ന് തന്നെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ ചേഞ്ച് ആകും. നമ്മൾ ഓരോരുത്തരും എവിടെ നിൽക്കണം, നമ്മൾ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു നിൽക്കരുത് എനിക്ക് ഇത്രാമത്തെ വയസ്സിലാകുമ്പോഴേ എനിക്ക് നല്ലത് വരുള്ളൂ എന്ന് ചിന്തിക്കുന്ന പലരും ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, അതുകൊണ്ട് എനിക്ക് എൻ്റെ ഇതിൽ എഴുതിയിട്ടുണ്ട് എനിക്ക് ഇത്രാമത്തെ വയസ്സിൽ, അങ്ങനെയുള്ളവർ പലരും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഞാൻ പറയാണ്, അങ്ങനെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നെഗറ്റീവ് എനർജീസിനെയാണ് കൂടുതൽ ആൾക്കാർ വലിച്ചെടുക്കുന്ന ആൾക്കാർ. ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ കാണുന്ന ആൾക്കാർ, ഇപ്പോൾ ഇങ്ങനത്തെ ചാനൽ കാണുന്ന ആൾക്കാർ തന്നെ ഒബ്വിയസ്ലി അവർ കാണുന്നത് നമ്മുടെ ലൈഫിൽ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് തന്നെയല്ലേ കാണുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം നെഗറ്റീവ് എനർജി നമ്മുടെ മൈൻഡിലുള്ളിലേക്ക് ഇടുന്ന അത് വരുവുള്ളൂ നമ്മുടെ ലൈഫിൽ. സോ നമ്മൾ മാറണമെങ്കിൽ നമ്മളും ചേഞ്ച് ആക്കാൻ നോക്കണം. ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെമഡികളിൽ ഒന്ന് പറഞ്ഞാൽ മോർണിംഗ് എണീറ്റിട്ട് നിങ്ങൾ 3 കാര്യങ്ങൾ കോംപ്ലിമെൻറ്റ് പറയാൻ നിർബന്ധമാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിസ്റ്റൽ പെൻഡൻ അങ്ങനത്തെ സാധനം യൂസ് ചെയ്യാം. അത് കുറച്ചും കൂടി നല്ലതെന്ന് ശരിയാണെന്ന് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മെറ്റൽ എലമെൻറ്റ്സുള്ള ഓരോന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കുറച്ചും കൂടി നെഗറ്റീവ് എനർജീസൊക്കെ വലിച്ചെടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പണയം വയ്ക്കാനല്ല ഞാൻ പറയുന്നത്, ഇൻവെസ്റ്റ് ചെയ്യണം നിർബന്ധമായിട്ട് കേട്ടോ. നിങ്ങൾക്കത് പിന്നീട് ഒരിക്കലും ബെനിഫിറ്റായിട്ട് തോന്നും. പിന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യണം, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരും, ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. പിന്നെ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത്, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വരും. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഓരോന്ന് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവസാനം നമുക്ക് ദുഃഖം വരുള്ളൂ. സോ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ കുറേ മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടി സമർപ്പിച്ച് ജീവിക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടി ജീവിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഭാഗ്യാങ് 7ലുള്ള ആൾക്കാർക്ക് ലൈഫ് അടിപൊളിയാണ്. കാരണം നിങ്ങളുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നല്ല മൈൻഡാണ്. പിന്നെ ഭാഗ്യാങ് 7ലുള്ള ആരെങ്കിലും ബന്ധുക്കളൊക്കെയാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ അവരോട് പറയാണ്, അവരുടെ അടുത്തുനിന്ന് സ്നേഹത്തോടെ നിന്ന് കഴിഞ്ഞാൽ ഫ്ലാറ്റാവും. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബൈ.